CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിന് വൈക്കത്ത് തുടക്കമായി. ആയിരക്കണക്കിന് ചുവപ്പ് സേനാംഗങ്ങൾ അണിനിരന്ന പരേഡ് വിപ്ലവ ഭൂമിക്ക് കൂടുതൽ ആവേശമേകി. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. സമ്മേളനത്തിന് വിളംബരമോദിക്കൊണ്ട് പി കൃഷ്ണപിള്ളയുടെ ജന്മദിനത്തിനെ കൂടുതൽ ചുവപ്പണിയിച്ച് ഇന്നലെ ചുവപ്പ് സേനാ മാർച്ച് നടന്നു. ഓരോ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചടുലമായ ചുവടുകളുമായി ആയിരക്കണക്കിന് ചുവപ്പ് സേനാംഗങ്ങൾ അണിനിറന്ന പരേഡ് വിപ്ലവഭൂമിക്ക് കൂടുതൽ ആവേശമേകി. വൈക്കം വലിയ കവലിൽ നിന്നാരംഭിച്ച് ബോട്ടുചെട്ടി മൈതാനിയിലെ സമ്മേളന നഗരിലേക്ക് ചുവപ്പ് സേനാ മാർച്ച് എത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക വാനിലുയർന്നു. സംഘാടക സമിതി ചെയർമാൻ ജോൺ വി ജോസഫ് പതാക ഉയർത്തി. മുഷ്ടിചുരുട്ടി ഉയർന്ന കരങ്ങളോടെ മുദ്രാവാക്യം വിളികളോടെ ആ രക്തപതാകയെ പ്രവർത്തകർ നെഞ്ചിലേറ്റി. സമ്മേളനത്തിന്റെ ഭാഗമായി വൈക്കത്ത് സമ്മേളന നഗരിയിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 4 ജാഥകളാണെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി ജീവിച്ച സഖാക്കളുടെ സ്മൃതികുടീരത്തിൽ നിന്നും ആരംഭിക്കുന്ന ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈക്കത്ത് സംഗമിച്ചു. സമ്മേളന നഗരിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥ വാഴൂരിൽ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് എത്തിയത്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചേന്നംകുളം ക്യാപ്റ്റനും AIYF ജില്ലാ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ് വൈസ് ക്യാപ്റ്റനും CPI കാഞ്ഞിരപ്പള്ളി മണ്ഡലം സെക്രട്ടറി CG ജ്യോതിരാജ് ഡയറക്ടറുമായുള്ള ജാഥ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം OP സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു സമ്മേളന നഗരിൽ പതാക ഏറ്റുവാങ്ങി. കോട്ടയത്ത് NK സാനൂജന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കുറവിലിങ്ങാട് NM മോഹനന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമായി 2 ബാനർ ജാഥകളാണെത്തിയത്. കോട്ടയത്ത് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ബിനു ബോസ് ക്യാപ്റ്റനായുള്ള ജാഥ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഐപ്സോ സംസ്ഥാന സെക്രട്ടറി ബൈജു വയലത്ത് വൈസ് ക്യാപ്റ്റനും CPI കോട്ടയം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ് ഡയറക്ടറുമായ ജാഥയാണ് കോട്ടയത്ത് നിന്നും എത്തിയത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EN ദാസപ്പൻ ബാനർ ഏറ്റുവാങ്ങി. കുറവിലിങ്ങാട് നിന്നും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് തോമസ് VT ക്യാപ്റ്റനും AISF ജില്ലാ പ്രസിഡന്റ് ജിജോ ജെ ജോസഫ് വൈസ് ക്യാപ്റ്റനും കടുത്തുരുത്തി മണ്ഡലം സെക്രട്ടറി PG ത്രിഗുണസൻ ഡയറക്ടറുമായ ജാഥ ജില്ലാ ട്രഷറർ ബാബു K ജോർജ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം ലീനമ്മ ഉദയകുമാർ ബാനർ ഏറ്റുവാങ്ങി. സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള കൊടിമരം തലയോലപ്പറമ്പ് വൈക്കപ്രയാർ ലൈല രാധാകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണെത്തിയത്. പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം R സുശീലൻ കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K അജിത് ക്യാപ്റ്റനായിരുന്ന ജാഥയിൽ മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PS പുഷ്പമണി വൈസ് ക്യാപ്റ്റനും CPI തലയോലപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി സാബു P മണലുടി ഡയറക്ടറുമായിരുന്നു. കൊടിമരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TN രമേശൻ ഏറ്റുവാങ്ങി. പതാക, കൊടിമര, ബാനർ ജാഥകൾ ബോട്ടുചെട്ടി മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. ഇന്നു വൈകുന്നേരം നടക്കുന്ന ജന്മശതാബ്ദി സമ്മേളനം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസം നീളുന്ന പ്രതിനിധി സമ്മേളനത്തോടെ 10-ന് ജില്ലാ അജീഷ് മട്ടക്കൽ AM ന്യൂസ് നെറ്റ്വർക്ക് കോട്ടയം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.